വയനാട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അട്ടമല. അധികം ആളുകൾ അറിയപ്പെടാത്ത ഒരു സ്ഥലമാണിത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ. വയനാടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ അട്ടമലയ്ക്ക് യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആ ഒരു യാത്രയിൽ ഞാൻ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആ നാടിനെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാക്കി. എന്നാൽ ഇന്ന് ആ നാടിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ യാത്രയിൽ കണ്ട് പരിചയപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും എന്നേക്കുമായോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ വിട പറഞ്ഞിരിക്കുകയാണ്. അതെ, വയനാട്ടിൽ നടുക്കിയ ചൂരൽമല ദുരന്തം. ചൂരൽമലയ്ക്ക് തൊട്ട് അടുത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു അട്ടമല. അട്ടമലയിലേക്ക് ഞാൻ 2023 നടത്തിയ യാത്രയുടെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ അതിരാവിലെ തന്നെ വയനാട് ചുരം കയറിക്കൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ജനുവരി മാസം ആയതിനാൽ വയനാട്ടിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം വയനാടിൻ്റെ കവാടമെല്ലാം കയറിയിട്ട് നമ്മൾ ചങ്ങലമര എല്ലാം കണ്ട് മുൻപോട്ടേക്ക് യാത്ര തുടരുകയാണ്. നമ്മൾ പൂക്കോടി വെറ്റിനറി കോളേജ് അതുപോലെ എന്നൂർ എന്നിവയുടെ മുൻവശത്തു കൂടിയെല്ലാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായിട്ട് നമുക്ക് നീല മലകൾ കാണാം. കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് അത്രയ്ക്ക് വ്യക്തമാവുന്നില്ല. നമ്മുടെ വൈത്തിരി ടൗണിൽ എത്തിയിരിക്കുകയാണ്. വൈത്തിരിയിൽ നിന്നും നമ്മൾ ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിലേക്കാണ് തിരികെയാണ്. മേപ്പാടി എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് അട്ടമലയ്ക്ക് പോകേണ്ടത്. ഇനിയുള്ള യാത്രയിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് വൈത്തിരി മേപ്പാടി ഊട്ടി റോഡാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ കോടയിൽ മുങ്ങി നിൽക്കുന്ന തേയിലത്തോട്ടവും അതുപോലെ തന്നെ അകലെയായിട്ടുള്ള നീലമലയുടെ കാഴ്ചയും ഒരു കുഞ്ഞു തണുപ്പും അതിരാവിലെ ഉള്ള വയനാടൻ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ യാത്രയിൽ. നമ്മൾ മുകൾ ഭാഗത്ത് തേയിലത്തോട്ടവും താഴെ ഭാഗത്തായിട്ട് കാടുള്ള ഒരു ഭാഗത്തു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിലെല്ലാം കുരുമുളക് കൃഷിയുണ്ട് കേട്ടോ. അതിനായിട്ട് അവരൊരു പ്രത്യേകതരം മരത്തിലാണ് കുരുമുളക് വളർത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്രയിൽ ഇടയ്ക്കൊരു കാപ്പിത്തോട്ടത്തിന്റെ അടുത്തായിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ കുറെ ആളുകൾ കാപ്പി പറിക്കുന്നത് കാണായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ മേപ്പാടി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അട്ടമലയ്ക്ക് തിരിയുന്നത് കേട്ടോ. മേപ്പാടി നിന്നും ഊട്ടിക്ക് ദൂരം പറഞ്ഞാൽ 106 കിലോമീറ്റർ ആണ് വരുന്നത്. ഗൂഡല്ലൂരിലേക്ക് 56 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 56 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു. മേപ്പാടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ അട്ടമലയ്ക്ക് തിരിയുന്നത്. മേപ്പാടി ടൗണിൽ നമുക്ക് ബോർഡ് കാണാം. മേപ്പാടി എന്നുള്ള ബോർഡും അതുപോലെ തന്നെ നേരെ പോയാൽ ഊട്ടി എന്നുള്ള ബോർഡും കാണാൻ കഴിയും. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ആണ് ചൂരൽമലയ്ക്കുള്ള ദൂരം വരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളും മനോഹരമായിട്ടുള്ള മലനിരകളും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള വഴികളും എല്ലാമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വയനാട്ടിലെ ഇത്തരത്തില് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ട് വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് മനോഹരമായിട്ട് തോന്നി ഈ ഒരു വഴികളെല്ലാം. അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 8 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെയുള്ള ഒരു മഞ്ഞും തണുപ്പും ആ ഒരു കാഴ്ചയും വേറെ ഫീലാണ് നമുക്ക് തന്നത്. പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയായിരുന്നു നമ്മൾ വരുന്ന സമയത്ത്. ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കുറെ സിപ്പ് ലൈൻസ് എല്ലാം കാണാമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ മുകളിലൂടെ നമ്മൾ സിപ്പ് ലൈനിൽ പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചാനുഭവം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. കാരണം കാഴ്ചകളെല്ലാം കാണാം. നമ്മൾ ഇങ്ങനെ പക്ഷിയെ പോലെ പറന്നു പോകുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള സമയമാകുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യണം. ഇനി വയനാട്ടിൽ അല്ലെങ്കിൽ വയനാട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കും അത്തരത്തിലുള്ള യാത്രകൾ ഇതേപോലുള്ള സ്ഥലങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പം യാത്ര ചെയ്യാൻ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ വയനാട്ടിലോ മറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. നമ്മുടെ ഈ ഒരു യാത്രയിൽ കുറെ ഏരിയയിൽ ഇത്തരത്തില് റോഡും മനോഹരമായിട്ടുള്ള കാഴ്ചകളും തന്നെയാണ് കേട്ടോ. ഇടയിൽ നമ്മൾ വീടുകളൊന്നും കാണുന്നില്ല. വയനാട്ടിൽ നമ്മൾ സാധാരണ കാണാറുള്ളത് AVT അതുപോലെ ഹാരിസൺ മലയാളം എന്നിവരുടെ എല്ലാം ടീ എസ്റ്റേറ്റുകളാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പോണ വഴിയിൽ വീണ്ടും ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ചെറിയ ചായക്കടയെല്ലാം ഉണ്ട്. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ഭംഗി എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. തേയിലത്തോട്ടവും അതിന് ബോർഡറിലായിട്ട് ചുവന്ന പൂക്കളുള്ള ഒരു ചെടിയെല്ലാം നമുക്ക് കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നത്. കുറച്ചു സമയം നമ്മൾ അവിടെ നിന്നു. വലിയൊരു വൃക്ഷവും പുറകിലായിട്ടുള്ള ഒരു തേയിലത്തോട്ടവും തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞു ചായക്കടയും. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നമ്മൾ കുറച്ചു ദൂരം മുൻപോട്ടേക്ക് നടന്നു. ആളുകൾ ഇപ്പോൾ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പക്ഷികളും അവയുടെ ശബ്ദവും മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ മനോഹരമായിരിക്കും കേട്ടോ. ആ വീടും ആ കാഴ്ചയും ആ പ്രകൃതി ഭംഗിയെല്ലാം. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു യാത്രയിൽ നമുക്ക് മടുപ്പ് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണിത്. ഇത്തരത്തിലുള്ള പ്രകൃതി ഭംഗി ഇഷ്ടമുള്ള ആളുകളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ളൊരു യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അശാന്തമായിട്ടുള്ള മനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള സമയത്ത്, ജോലിഭാരം കൊണ്ടെല്ലാം നമ്മൾ അസ്വസ്ഥരാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഡ്രൈവ് ചെയ്താൽ നമ്മുടെ മനസ്സിന് എന്താ പറയുക, ഒരു മെഡിസിൻ ഒന്നും ഇല്ലാതെ നമ്മളെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു മേജിക്കൽ പവർ ഇത്തരത്തിലുള്ള സ്ഥലത്തിനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ കൽപ്പറ്റ നിന്നും ചുരൽമലയ്ക്കുള്ള KSRTC ബസ്സാണ് ഈ കാണുന്നത് മേപ്പാടി പോളിടെക്നിക് ആണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ 900 കണ്ടിക്ക് പോകുന്നത്. അവിടത്തേക്കുള്ള ഓഫ് റോഡ് ജീപ്പുകളാണ് നമ്മൾ സൈഡിലായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ജീപ്പിലാണ് അവിടത്തേക്ക് പോകേണ്ടത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം പുത്തുമലയാണ് കേട്ടോ. ചൂരൽമല ദുരന്തത്തിന് തൊട്ട് മുൻപേ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് പുത്തുമല. അപ്പം നമ്മൾ അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പക്ഷേ ഈ ഒരു പ്രകൃതി ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് കലിതുള്ളുന്ന ഒരു പ്രകൃതിയാണ് ഇവിടുത്തേതെന്ന് നമുക്ക് തീരെ തോന്നില്ല. ഈ ഒരു കാഴ്ചയിലും ഭംഗിയിലും മുകൾ ഭാഗത്ത് റോഡും താഴെയായിട്ട് മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടവും തൊട്ടടുത്തായിട്ട് നമുക്ക് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, പുത്തുമല ഫോറസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ ദൂരത്തായിട്ട് കാണുന്നത് പുത്തുമല ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ള ഒരു പാലമാണ് കേട്ടോ. അതിന് പകരമായിട്ട് ചെറിയൊരു പാലം കെട്ടിയിട്ടുണ്ട്. അതിലൂടെയാണ് ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കേട്ടോ. മണ്ണ് ഒലിച്ചു പോയിട്ട് ഒരു ശരിയായ രീതിയിലുള്ള ഭൂപ്രകൃതിയല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാലമാണ് കേട്ടോ. നമ്മൾ അതിന് മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം ഒരു സാധാരണ രീതിയിലല്ല, മണ്ണൊലിച്ച് വന്നിട്ട് വലിയൊരു ചാലായി രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നേരെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ മഴക്കാലത്ത് ഇവിടുത്തെ പ്രകൃതി അതിൻ്റെ രൗദ്രഭാവം പൂണ്ടത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് യാത്ര തുടരാം നമുക്ക്. നമ്മുടെ ഈ ഒരു യാത്രയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ സിപ്പ് ലൈന് അല്ലാണ്ട് ചെറിയ ചെറിയ കടകളെല്ലാം, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കടകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണുകയാണ്. ഇവിടെ നമ്മൾ സിപ്പ് ലൈനിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് അധികം ദൂരം വരെ നമ്മൾ സിപ്പ് ലൈനിൽ പോകാൻ കഴിയും. എന്നാൽ തിരിച്ച് നമ്മളെ അവർ ജീപ്പിൽ ഈ ഒരു സ്ഥലത്ത് തന്നെ എത്തിക്കും. കൽപ്പറ്റ നിന്നും ചൂരൽമലയ്ക്കുള്ള KSRTC ബസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഈ ഒരു പച്ചപ്പിനിടയിലൂടെയുള്ള ആനവണ്ടി കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. കുറച്ച് മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമ്മൾ സൂചിപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള കവാടം കാണായിരുന്നു. ചൂരൽമലയ്ക്കുള്ള റോഡാണ് നമ്മൾ നേരെ കാണുന്നത്. നമ്മൾ അതിലൂടെ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ നിന്നും 4 കിലോമീറ്ററാണ് അട്ടമലയ്ക്കുള്ള ദൂരം വരുന്നത്. അങ്ങനെ നമ്മൾ ചൂരൽമല ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കാണുന്ന ഈ ഒരു കുഞ്ഞ് അങ്ങാടി ഇതേപോലെ ഇവിടെയില്ല. നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ട മുഖങ്ങളിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഉള്ളവർ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം മാറിക്കഴിഞ്ഞു. ഈ കാണുന്ന ടൗണിന് തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു ഇവിടുത്തെ സ്കൂൾ വരുന്നത്. ഇവിടെ നിന്ന് സ്കൂൾ കാണുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു കേട്ടോ. മലയുടെ താഴ്വാരത്ത് തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള സ്കൂള്. ശരിക്കും ഒരു യാത്രയിൽ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരാണ്, മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് പഠിക്കാൻ കഴിയുന്നവരാണ് എന്നല്ല. ചൂരൽമല ടൗണിന് തൊട്ട് അടുത്തായിട്ടുള്ള പാലമാണിത്. ഈ ഒരു പാലം പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ചൂരൽമല ശിവക്ഷേത്രമാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പുതുക്കി പണിയെല്ലാം കഴിഞ്ഞ് മനോഹരമായ നമുക്കിത് കാണാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രവും പൂർണ്ണമായും മലവെള്ളപ്പാച്ചിലിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു.
ക്ഷേത്രമെല്ലാം കണ്ട് നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ പലപ്പോഴും ഞാൻ വഴിതെറ്റിപ്പോയെന്ന് കരുതിയിരുന്നു. എന്നാൽ നമ്മൾ ശരിയായിട്ടുള്ള റൂട്ടിലൂടെ തന്നെയായിരുന്നു പോയത്. ചില ഭാഗത്തെല്ലാം എത്തുമ്പോൾ റോഡ് മുൻപോട്ടേക്കില്ല എന്ന് നമുക്ക് തോന്നുമായിരുന്നു. കുറച്ച് ഭാഗം മോശമുള്ള റോഡുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല റോഡിലൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുൻപോട്ടേക്ക് ചെന്നപ്പോൾ ഒരു ക്ഷേത്രവും ചെറിയ ബിൽഡിങ്ങും എല്ലാം ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. അട്ടമല വ്യൂ പോയിന്റ് എന്നൊരു ബോർഡ് നമുക്ക് ഇവിടെ കാണാം. ഏകദേശം 1 കിലോമീറ്ററാണ് ഇവിടെ നിന്നും ഉള്ള ദൂരം വരുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള പ്രകൃതി ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെ വീഡിയോസിന് ചെറിയൊരു ഷെയ്ക്കെല്ലാം അനുഭവപ്പെടും. കാരണം റോഡ് കുറച്ച് മോശമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയെല്ലാം. ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തേയില പറിക്കുന്ന ആളുകളെ നമുക്ക് കാണായിരുന്നു കേട്ടോ. അപ്പം റോഡ് എത്ര മോശമായി കഴിഞ്ഞാലും നമ്മളെ അതൊന്നും ബാധിക്കില്ല. കാരണം നമ്മളെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയിൽ ലയിച്ചുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. റോഡ് മോശമോ കുലുക്കമോ ഒന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലുള്ള ടിക്കറ്റ് കൗണ്ടറിന് അടുത്തെത്തി. 40 രൂപയാണ് മുതിർന്നവർക്ക്, അതുപോലെ 10 രൂപയാണ് കുട്ടികൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് അടുത്തായിട്ട് ഇവിടെ ഒരു പള്ളിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് കടന്നു പോകേണ്ടത്. ഈ റോഡിലെ ചില സ്ഥലങ്ങളിൽ ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വാഹനം എല്ലാം വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തായിട്ട് നമ്മൾ തടഞ്ഞു നിർത്തും. വലിയ വാഹനം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയത്തുള്ളൂ. വീണ്ടും നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ചെമ്മൺ പാതയിലൂടെ നമ്മൾ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിയിലെ തേയില നുള്ളുന്ന കുറേ ആളുകളെ നമുക്ക് കാണായിരുന്നു. തേയില കൊണ്ടുപോകാനായിട്ട് വലിയൊരു ലോറി വന്നിരുന്നത്. നമ്മൾ വണ്ടിയെല്ലാം സൈഡാക്കി ആ ലോറി പോയതിനു ശേഷം മാത്രമാണ് നമ്മൾ മുൻപോട്ടേക്ക് പോയത്. ക്യാമറയിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു പുൽത്തകടിയെല്ലാം കാണുന്ന അതേ ഭംഗിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ചകളായതിനാൽ വീഡിയോസിൽ നമ്മൾ അധികം ഒന്നും കട്ട് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം വ്യൂ പോയിന്റിന് അടുത്ത് എത്താറായി. ദൂരെ നല്ല കോടമഞ്ഞുള്ളതിനാൽ ദൂരത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകണം. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം നിർത്തി മുകളിലേക്ക് നടന്നു കയറുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. വാഹനങ്ങളെല്ലാം പോകുന്ന വഴിയാണ്. എന്നാൽ സന്ദർശകരുടെ വാഹനം നമ്മൾ താഴെ വയ്ക്കണം. അട്ടമല വ്യൂ പോയിന്റിന്റെ കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി മുകളിലേക്ക് കയറണം. മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ കോടമഞ്ഞുണ്ട് ഇവിടെ. കോടയിൽ മുങ്ങിയതിനാൽ കൂടുതൽ സ്ഥലങ്ങളൊന്നും നമുക്ക് ദൂരത്തായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ അട്ടമല വ്യൂ പോയിന്റിന്റെ ശരിയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കോടയാണ്. നമ്മൾ ഈ ഒരു ടവറിന് മുകളിൽ കയറിയാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ അട്ടമല കാണുവാനായിട്ട്. നമ്മൾ ഇവിടെ എത്തിച്ചേരുന്ന സമയത്ത് വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. കൂടുതൽ ആളുകളൊന്നും അറിയപ്പെടാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നിയത്. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്ഥലവും ഈ ഒരു പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചാനുഭവമാണ് നമുക്ക് അട്ടമല തരുന്നത്. അട്ടമല എന്ന പേര് വരാൻ കാരണം മുൻകാലങ്ങളിലെല്ലാം തേയിലത്തോട്ടം എല്ലാം വരുന്നതിന് മുൻപ് ചിലപ്പോൾ അട്ട ഉള്ളൊരു ഏരിയ ആയിരിക്കാം ഇത്. അപ്പോൾ ഇപ്പോഴും അട്ടയുടെ ശല്യം നല്ലപോലെ ഉണ്ടെന്നാണ് നമ്മളോട് ചേച്ചിമാർ പറഞ്ഞത്. ഇവിടെയുള്ള അവർ തേയില പറിക്കുമ്പോഴെല്ലാം കാലിൽ ഉപ്പ് അതുപോലെ ബൂട്ടെല്ലാം കെട്ടി വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തേയില പറിക്കുന്നത്. ചൂരൽമല ദുരന്തത്തിന് ശേഷം അട്ടമലയ്ക്ക് ഇപ്പോഴും സന്ദർശകർക്ക് പ്രവേശനമുണ്ടോ എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. അതുമാത്രമല്ല ഇവിടെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ വന്നു എന്ന് നമുക്ക് അറിയുന്നില്ല. കേരളത്തിലെ തന്നെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിലൊന്നാണ് അട്ടമല എന്ന് പറയുന്നത്. നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമായിട്ടുള്ള കുറേയധികം ആളുകൾ താമസിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം. തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് അട്ടമല എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.